എവിടെ വീട്ടിലൂടെ ഉണ്ടോ? ബാക്കിൽ പോകും. നമ്മൾ ഫസ്റ്റ് ഇറങ്ങി ഇവരൊക്കെ അവിടെ ചോദിക്കും. അപ്പോൾ കൂടെ നമ്മൾ ഫ്രണ്ടിൽ വരും. വോളണ്ടിയേഴ്സ് ഒന്നും അറിയില്ല എന്നൊരു പേര് തരും. ഇവിടെ എന്തെടുക്കണം ഇറങ്ങിയല്ലോ. അപ്പോൾ ഇത് ഇറങ്ങി അധികം കയറുക. ഇതിറങ്ങി അധികം കയറുക. ഏതിറങ്ങി? നോക്കാം. മേടിച്ചു. വേഗം നടക്ക്. ഹനുമാൻജിക്ക് നേരെ എനിക്കൊന്നും മറ്റേ DVT കിട്ടാൻ ഇങ്ങനത്തെ സാധനം അല്ലേ? HD ആക്കിയിട്ട് ലാബിൽ കമ്പ്യൂട്ടറാണല്ലോ. ഓടെ ഞാൻ ഇവിടെ അവസാനം 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷം കഴിയുന്നതോടും കടബാധ്യതയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അറിയുമല്ലോ, അറിയോ? സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്നത് നോക്കിക്കോളൂ. കടമ മേടിച്ചിട്ടാ വരുന്നത്. 2 കൂട്ടരാ നിങ്ങളെ സഹായിക്കുന്നത്. ഒന്ന് ബാങ്കിൽ നിന്ന് കടവും, 2 കണ്ണു കുടിക്കുന്നവരും. എന്നാൽ ഭരതൻ രാജ്യം ഭരിക്കുമ്പോ അതിർത്തികൾ കൂടി, മനസ്സിലായില്ലേ? സമ്പത്ത് കൂടി, എല്ലാം കൂടി എന്നാണ് രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്രമാത്രം ഇവിടെ ഇരുന്നിട്ട് ഒരു സന്യാസിയെ പോലെ രാജ്യം ഭരിച്ച ഒരു ചരിത്രം ഇക്ഷ്വാകു വംശത്തിലുള്ളത് ഭരതന്റെ ചരിത്രമാണ്. ഏതായാലും ആ മണ്ണൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ മറ്റൊരു സന്യാസി ഇവിടെ രാജ്യം ഭരിക്കുന്നത്, യോഗി ആദിത്യനാഥ്. അതിന്റെയൊക്കെ സംസ്കാരം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു പുണ്യ പവിത്ര യാത്രയില് നമുക്ക് ഭരതൻ 14 വർഷം ത്യാഗോജ്വലമായ ജീവിതം നയിച്ച്, സന്യാസ ജീവിതം നയിച്ച്, ഭരണാധികാരിയായി, അതേസമയം ആത്മീയമായി രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഭരിച്ച് സുരക്ഷിതമാക്കി, സമ്പന്നമാക്കി, സംസ്കാരമുള്ളതാക്കി, പവിത്രമാക്കിയ പുണ്യ പവിത്ര ഭൂമിയാണ് ഈ
നന്ദി ആരോട് ഞാൻ ചൊല്ലണ്ടു? നന്ദി ആരോടാ ചൊല്ലേണ്ടത്? സിനിമാ പാട്ടാ മനസ്സിലാക്കുന്നത്. നമ്മള് നന്ദി ആരോടാ പറയേണ്ടത്? എന്നോടോ? എന്റെ കൂടെ വന്നിട്ട് ശാപ്പാട് തന്നില്ലെങ്കിൽ വേറെ അറിയിക്കും അല്ലെ? ആ ശാപ്പാട് തന്നവരോട്, നമ്മളെ കൊണ്ടുവന്നവരോട്, നമുക്കത് കാണാൻ ഒരു യോഗം തന്ന നമ്മുടെ ചരിത്രത്തോട്, ഋഷി പരമ്പരയോട്, ഭരതനോട് അല്ലെ, എല്ലാം ഒത്തു വന്നോണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയത് അല്ലെ? അത് ഒരാളുടെ കേമത്വമല്ല, ആണോ? അപ്പൊ എപ്പോഴും ഒരു ബോധം വേണം, ത്യാഗബോധം വേണം. ഞാനെന്ന ബോധം ഉണ്ടാവരുത്. നമ്മളെന്ന് പറയുന്നത് പലരും ചേർന്നതാണ്, പലതും ചേർന്നതാണ്, പലരുടെയും ഒരു കൂട്ടായ്മയാണ് അല്ലെ? അത് ഭരതന് നല്ല ബോധ്യം വന്ന് അങ്ങനെ രാമദാസനായി ഇവിടെ ഇരുന്ന് ഭരിച്ച ഈ മണ്ണ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ ഭഗവാന്റെ ഒരു ദാസനായിക്കൊണ്ട് വേണം ജീവിതം തുടരാൻ. അതിനുള്ള ഒരു അനുഗ്രഹം ഈ പുണ്യ പവിത്ര ഭൂമി ഉണ്ടാക്കി തരട്ടെ എന്നുള്ളൊരു ഭാവനയിൽ വേണം ഇവിടെ നിന്ന് പോകാൻ. ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു ഗുഹയുണ്ട്, ഇതൊക്കെ പിന്നീട് വന്നതാണ്. പിന്നെ രണ്ടാമത് ഒരു ഭരതൻ കുളിച്ചു എന്ന് പറയുന്നൊരു ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഒരു കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇവരാരും ഈ എന്താണ് തടാകങ്ങളൊന്നും കെയർ ചെയ്യാത്തത്. അനുഭവങ്ങളാണ് ഇവിടത്തേക്ക് വെള്ളത്തിന്റെ സ്വഭാവം. അപ്പൊ പായലും പിടിച്ച് എരുമയ്ക്ക് കുളിക്കാനുള്ളത് മാത്രമായി ഇവിടുത്തെ ജനങ്ങള് മാസത്തിലൊരിക്കൽ കുളിക്കുന്ന ഒരു സമ്പ്രദായക്കാരായി. മനസ്സിലായില്ലേ? പിന്നെ വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കുളിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് അവര് കുളിക്കാത്തതുകൊണ്ട് അവർക്ക് വേർപ്പില്ല, നമ്മൾ കുളിച്ചു വേർക്കണം, അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഈ ഒരു പുണ്യ സ്ഥലത്തെത്തി ഒരു കീർത്തനം പാടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇതാണ്, അല്ലാതെ ക്ഷേത്രങ്ങളല്ല. ക്ഷേത്രമൊക്കെ പിന്നീട് വന്നതാണ്. ഭരതന്റെ കാലത്ത് ക്ഷേത്രം ഉണ്ടോ? ഈ മണ്ണിൽ നിൽക്കുന്നതാണ് ക്ഷേത്രം അല്ലെ? ശരിയല്ലേ? ഈ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളൊക്കെ പിന്നീട് ഓരോ സ്വാമിജിമാരൊക്കെ വന്ന് അവര് നോക്കിയപ്പോ നല്ല ബിസിനസ്സാണ്, ഭക്തന്മാര് വരും, 10ന്റെ 50 നോട്ട് തരും, അത്രയേ ഉള്ളൂ. ഈ മണ്ണിനാണ് ഒരു പവിത്ര അല്ലെ? അതാണ് നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നാമൊക്കെ ചെല്ലാം. ദേ നമ്മുടെ കൂടെ കലാകാരന്മാരുണ്ട്. എവിടെ പോയി? ഒരു രാമന്റെ പാട്ട് പാടും. രാമ 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 പോയിട്ട് വരും, കുറച്ചുപേര് രാമ രാമ ഭാഗിനാം രാമ 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 ഭാഗിനാം രാമ 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 ഭാഗിനാം രാമ രാമ ഭരത ഭഗവാനിക്ക്. ഭരതന്റെ അമ്പലമാണ്. അപ്പൊ ആ ഭരതനെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കുക. ഭരതൻ എന്ന വാക്ക് ഭാരതത്തെ സംബന്ധിച്ച് ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്തൊരു പദമാണ്. കാരണം ഭാരതം എന്ന പേര് തന്നെ ഭരതന്മാരുടെ ഭരണഭൂമി ആയതുകൊണ്ടും ഈ ഭാരതം എന്നൊരു പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹാനായ ചരിത്രത്തിലെ ഭരതന്റെ ഒരു തപോഭൂമി. അപ്പം നമുക്ക് ഇനി പതുക്കെ ഇവിടുന്ന് പോവാം അല്ലെ? എന്നാ പിന്നെ വേഗം രാമക്ഷേത്രത്തിലേക്ക് പോവാലോ അല്ലെ? തൊഴുതോളൂ, സമയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടമാണ്. ചേച്ചി
ഇവിടെ ബാത്റൂം ഉണ്ടോ എന്നത് ചോദിക്കണം. ഒരുപക്ഷെ അവരുടെ ആശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? ഫ്രണ്ടിലുണ്ട് ബാത്റൂം പോകേണ്ടവർക്ക് ഫ്രണ്ടിലുണ്ട്. ഇറങ്ങി വന്നു. സാളഗ്രാം കൂടി തന്നെ അവിടെ ആ അനുഭവം വരുന്നതിൽ വലിയ ഇതൊന്നുമില്ല. ഇവിടെ അത്ര ഇതില്ല. ഇതാണ് ഗുഹ. ചെരുപ്പ് കേറിയോ? ഗുഹ കണ്ടോ? ആണോ? ഗുഹ
വരാൻ പറയണേ. നീയുള്ളൂ ശ്രീമാനേ ഉള്ളൂ. കയറി ഇറങ്ങാം. ബാബേ ബാബാ ജल्दी അമ്മ. भाई साहब बोलो. വേഗം ചെല്ലണേ അമ്മേ, വേഗം ചെല്ലാൻ. ഇവിടെ എന്തോ ഏതാ? ആ അത് വെറുതെ നമുക്ക് അജിക്കാറോ കമ്മർ 5 ഫ്രണ്ടുകളുണ്ട്. 2 എണ്ണം ഇവിടെ കിടക്കുന്നു. അമ്മ അവിടെ വന്ന് എടുക്കേണ്ടി വരും കേട്ടോ. നോക്ക് വേറെ ടീം നമ്മുടെ ടീമൊക്കെ പോയില്ലേ? അത് നമ്മുടെ B2-ലെ 5 നമ്പറൊക്കെ പോയില്ലേ? 5 നമ്പർ ജീപ്പിന്റെ ഇടയിൽ കൂടെ ഒന്ന് ഇറങ്ങിയല്ലോ. ബാബാ ഇതി ഇറങ്ങി അതി കയറവാ. ഇതി ഇറങ്ങി അതി കയറവാ. ഇതി വാ ബാ.
आइए आइए चलो 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 हाँ ആരുമില്ലേ എന്നാ ബാക്കി പോ ലാസ്റ്റ് പോവാ ലാസ്റ്റ് പോലെ ആ വീമനട്ടോ ഇവിടെ ഇരിക്കുമ്പോ ചായ ചായ ഒരു കാപ്പി എടുത്തരോ എന്തിനാ നോക്കണോ മതി ബൈ ഓ ചില്ലറ ഉണ്ടോ അതിൽ എൻ്റെ ഇല്ല ചില്ലറ ഉണ്ടോ ആ ഉണ്ടോ ബൈ ഏ കോഫി വേഗം നടക്ക് വേഗം നടക്ക് വേഗം നടക്ക് വാ എല്ലാവരും വായോ काश यार रात को मेरा घर होते यहाँ पे यही मिलता तो വേണ്ടേ ചായ വേണ്ടേ വേണ്ട വേണ്ട ഇല്ല വേണ്ട ഒരു മൂഡിൽ ഈ ചൂട്ടത്തൊന്നും ചായ महात्मा हनुमान जी का मंदिर है मंदिर है ए, देवी मंदिर हनुमान जी सरस्वती नहीं നിങ്ങൾ നേഴ്സ് ഒന്നും പറയണ്ട ഒരു ബാൻഡ് നേഴ്സ് എൻ്റെ പറയുന്നു ഇന്ന് വെട്ടാ ചെയറിലിരിക്കുന്നു ഇതൊന്നും മതി മറ്റേ DVD ഇങ്ങനത്തെ ഒരു സാധനം മതി അല്ലേ HD ആക്കിയിട്ട് ലൈബ്രറി കമ്പ്യൂട്ടറാണല്ലോ നീ ആളുണ്ടോ ഇവിടെ വലിയ സീനൊന്നുമില്ല നമുക്ക് കുറച്ച് വെറ്റ ഫ്രണ്ടിൽ നിൽക്കാം ചേച്ചി അവിടെ നിന്നു ആ ചേച്ചി രണ്ടുപേരും ക്യാമറ എടുത്തിട്ട് ഇവിടെ ഇവർക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഇവിടെ അത്ര തിരക്കില്ല അവിടെ ചെല്ലുമ്പോൾ മറ്റവിടെ അങ്ങനെയല്ല അവിടുത്തെ വൈബ് സ്വാമി പറയുന്നത് കേൾക്കത്തില്ല പക്ഷെ നമ്മളിവിടെ നമ്മൾ എത്തി നോക്കുന്നു എന്നെ കണ്ടോ ക്യാമറ മൂക്കരിക്കുന്നുണ്ട് क्या नाम बाजू वालों बेटा
പോണ്ട അവിടെ ഉണ്ട് കുറേ ബാങ്ക് അടിക്കാൻ പോകുന്നു. നമുക്ക് ഓരോ കരിമ്പ് ജ്യൂസ് കുടിച്ചല്ലേ ചെയ്യും. കരിമ്പ് എനിക്ക് നിനക്കോ വേണോ? ഇനി ബാക്കിലുണ്ട്. ബൈ ബൈ. ये शेंगदाणा ജി ഇവിടെ നിൽക്ക് വാ ആള് വരുന്നുണ്ട്. അത് മമ്മി ചേച്ചി കളിക്കാതെ പോയി. രണ്ടുപേരും മാത്രമല്ല ഈ പറഞ്ഞത്. അത് ആണുങ്ങളാ. അവരൊന്നോളൂ. കഴിഞ്ഞ ആരുമില്ലേ? Bye. 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 Bandit. नहीं യാജ്ഞോജ്വലമായ ജീവിതം നയിച്ച് സന്യാസ ജീവിതം നയിച്ച് ഭരണാധികാരിയായി അതേസമയം ആത്മീയമായി രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഭരിച്ച് സുരക്ഷിതമാക്കി സമ്പന്നമാക്കി സംസ്കാരമുള്ളതാക്കി പവിത്രമാക്കിയ നന്ദി ആരോട് ഞാൻ ചൊല്ലട്ടു? നന്ദി ആരോടാ ചൊല്ലേണ്ടത്? നന്ദി ആരോടാ പറയുന്നത്? എന്നോടോ? എന്റെ കൂടെ വന്നിട്ട് ശാപ്പാട് തന്നില്ലെങ്കിൽ വിവരം അറിയില്ല അല്ലേ? ആ ശാപ്പാട് തന്നവരോട്, നമ്മളെ കൊണ്ടുവന്നവരോട്, നമുക്കത് കാണാൻ ഒരു യോഗം തന്ന നമ്മുടെ ചരിത്രത്തോട്, ഋഷി പരമ്പരയോട്, ഭരതനോട് അല്ലെ, എല്ലാം ഒത്തു വന്നുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് അല്ലെ? അത് ഒരാളുടെ കേമത്വമല്ല, ആണോ? അപ്പൊ എപ്പോഴും ഒരു ബോധം വേണം, ത്യാഗബോധം വേണം. ഞാനെന്ന ബോധം ഉണ്ടാവരുത്. നമ്മളെന്ന് പറയുന്നത് പലരും ചേർന്നതാണ്, പലതും ചേർന്നതാണ്, പലരുടെയും ഒരു കൂട്ടായ്മയാണ് അല്ലെ? അത് ഭരതന് നല്ല ബോധ്യം വന്ന് അങ്ങനെ രാമദാസനായി ഇവിടെ ഇരുന്ന് ഭരിച്ച ഈ മണ്ണ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ ഭഗവാന്റെ ഒരു ദാസനായിക്കൊണ്ട് വേണം ജീവിതം തുടരാൻ. അതിനുള്ളൊരു അനുഗ്രഹം ഈ പുണ്യ പവിത്ര ഭൂമി ഉണ്ടാക്കി തരട്ടെ എന്നുള്ളൊരു ഭാവനയിൽ വേണം ഇവിടെ നിന്ന് പോവാൻ. ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു ഗുഹയുണ്ട്, ഇതൊക്കെ പിന്നീട് വന്നതാണ്. പിന്നെ രണ്ടാമത് ഒരു ഭരതൻ കുളിച്ചു എന്ന് പറയുന്നൊരു കുണ്ട്, അതൊക്കെ ഇപ്പൊ ഒരു കുണ്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇവരാരും ഈ മറ്റേ എന്താണ് തടാകങ്ങളൊന്നും കെയർ ചെയ്യാത്തത്.
അതിന് ഉപ്പുവെള്ളമാണ് ഇവിടത്തേക്ക് വെള്ളത്തിന്റെ സ്വഭാവം. അപ്പൊ പായലും പിടിച്ച് എരുമയ്ക്ക് കുളിക്കാനുള്ളത് മാത്രമായി ഇവിടുത്തെ ജനങ്ങള് മാസത്തിലൊരിക്കൽ കുളിക്കുന്ന ഒരു സമ്പ്രദായക്കാരായി. മനസ്സിലായില്ലേ? പിന്നെ വേണ്ട, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കുളിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് അവര് കുളിക്കാത്തതുകൊണ്ട് അവർക്ക് വേർപ്പില്ല, നമ്മൾ കുളിച്ചു വേർക്കണം, അത്രയല്ലോ. ഏതായാലും നമുക്ക് ഈ ഒരു പുണ്യ സ്ഥലത്തെത്തി ഒരു കീർത്തനം പാടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇതാണ്, അല്ലാതെ ക്ഷേത്രങ്ങളല്ല. ക്ഷേത്രമൊക്കെ പിന്നീട് വന്നതാണ്. ഭരതന്റെ കാലത്ത് ക്ഷേത്രം ഉണ്ടോ? ഈ മണ്ണിൽ നിൽക്കുന്നതാണ് ക്ഷേത്രം അല്ലേ? ശരിയല്ലേ? ഈ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളൊക്കെ പിന്നീട് ഓരോ സ്വാമിജിമാരൊക്കെ വന്ന് അവര് നോക്കിയപ്പോ നല്ല ബിസിനസ്സാണ്, ഭക്തന്മാര് വരും, 10 50 നോട്ട് തരും, അത്രയും. ഈ മണ്ണിനാണ് പവിത്രം അല്ലേ? അതാണ് നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നാമൊക്കെ ചെല്ല. നമ്മുടെ കൂടെ കലാകാരന്മാരുണ്ട്. എവിടെ പോയി? ഒരു രാമന്റെ പാട്ട് വരും. രാമ 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 കുറച്ചു പേര് ജീവിക്കുന്നു. രാമ രാമ ഭാഗിമാം രാമ 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 ഭാഗിമാം രാമ 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 ഭാഗിമാം രാമനാമം ജീവിക്കുന്നു. രാമ രാമ ഭാഗിമാം രാമനാമം ജീവിക്കുന്നു. രാമ चाय नींबू वाले കുറച്ച് പേര് പോയിട്ട് സമയമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം ഇഷ്ടമാണ്. ഇവിടെ ബാത്റൂം ഉണ്ടോ എന്നത് ചോദിക്കണം. ഒരുപക്ഷെ അവരുടെ ആശ്രമത്തിന്റെ ഭാഗം ഫ്രണ്ടിലുണ്ട്. ബാത്റൂം പോകേണ്ടവർക്ക് ഫ്രണ്ടിലുണ്ട്.
ಪ್ರಸಾದಂ ದೊಡ್ಡ ಪ್ರಸಾದಂ ಪ್ಯಾಕ್ ಹಾಂ തങ്കത്തിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ് ചിത്രത്തിലൂടെ. ജി അത് നിക്ക് 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 ചെറിയ കൂട്ടുകുടുംബം പോയിട്ടില്ല. നമ്മൾ താഴെ പോയില്ലേ? നമ്മളിപ്പുറത്തൂടെ പോയി. അല്ല അതല്ല ഇത്, നമ്മൾ പോയി ഇത് ഇപ്പുറത്തെ അത് ചെറുതാണ്. ഇത് ഇതിലും രണ്ട് അത്യാവശ്യം അല്ല അത് രണ്ട് സെയിം. ഇത് നമ്മൾ പോയില്ലല്ലോ. ഇത് പോയില്ലല്ലോ. ഇത് നമ്മൾ പോയില്ലല്ലോ. വഴി തന്നെ നമ്മൾ ഈ ചെറിയ വഴി കൂടെ പോയിട്ടുണ്ട്. താഴെ എത്തുന്നവിടെ ശരി അല്ലേ? പോണ്ടേ? वो तो मेरा नाम नहीं यार मैं दीदी का नाम से कर रहा था मैं इसलिए करती हूं हम तो खेल रहे थे काले दिन वाला किया ये लंबी वाली ठीक है मतलब हम लोग कोई ले रहा सीढ़ी है नीचे नीचे आराम से ये बाबू अच्छे से नबी को पकड़े ना वो तो ये था लाइट चल रही है बगल है कहां गए हां यहां पे लाइट लगा दी नहीं എങ്ങനെ പോ കപ്പക്ക് പോവാ അത് കിട്ടത്തെ ऊपर जाने का हम ചെരുപ്പ് വേണം. മന്തി മന്തി ഈ വാരണാസി എന്ന് പറയുന്നത് തിക്ക് തിരക്കൂടി തന്നെ. അവിടെ ആ അനുഭവം വരുന്നതിൽ വലിയ ഇതൊന്നുമില്ല. ഇവിടെ അത്ര ഇതില്ല. ആ അതടുത്ത കേവ്. ഇതാണ് ഗുഹ. ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പ്
അവിടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എപ്പോഴെങ്കിലും വരാം. അങ്ങനല്ല 300 श्रृंगार दर्शन बड़े बॉक्स में दूंगा बॉक्स में ശ്രീകുമാരേട്ടാ ये 120 ഇവിടെ ഉണ്ടോ അമ്പലമാണോ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സ് നോക്കി आपके 20 रुपये में 80 रुपये 50 रुपीस 50 അവിടെ നിന്ന് മേടിക്കാൻ ना ना 50 രൂപ 70 60 स्मॉल बिग साइज അതിലും വലുത് ബിഗ് സൈസ് ഓടാം जीके चढ़ बाजूला बरेच जिल्हा आहेत ते जिल्हे नाही
പിന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ये क्या पादुका माताजी का पैर माता जी राम का पादुका राम का। हाँ हाँ Ikaw ka to agad na.